കുഞ്ഞിന്റെ വായിൽ ടിഷ്യൂ കുത്തി നിറച്ച് 21-കാരിയായ മാതാവ് കൊലപ്പെടുത്തി. ജനിച്ച സമയം ശരിയല്ലെന്നുള്ള ഭർത്തൃമാതാവിന്റെ കുത്തുവാക്കിൽ മനംനൊന്താണ് കൊലപാതകം നടത്തിയത്. കന്യാകുമാരിയിലെ കരിങ്കലിലാണ് സംഭവം നടന്നത്. അമ്മായിയമ്മയോടും ഭർത്താവിനോടുമുള്ള ദേഷ്യം മൂലമാണ് മകളെ കൊലപ്പെടുത്തിയതെന്ന് 21-കാരിയായ ബെനിറ്റ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടത്തിലാണ് കുഞ്ഞിന്റെ വായിലൂടെ ശ്വാസനാളിയിൽ ടിഷ്യൂ പേപ്പർ കുത്തിനിറച്ച നിലയിൽ കണ്ടെത്തിയത്. പിന്നാലെ പോലീസ് നടത്തിയ ചോദ്യം ചെയ്യലിലാണ് യുവതി കുറ്റസമ്മതം നടത്തിയത്. പ്രണയവിവാഹത്തിന് ശേഷം പെൺകുഞ്ഞ് ജനിച്ചതിൽ അമ്മായിയമ്മ കുറ്റപ്പെടുത്തിയിരുന്നുവെന്നാണ് യുവതി പറയുന്നത്. വിവാഹ വാഗ്ദാനം നൽകി വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച യുവാവ് അറസ്റ്റിൽ. പത്തനംതിട്ട റാന്നി പൂവന്മല മേട്ടുങ്കൽ വീട്ടിൽ ബ്രിജിൽ ബിജിനെയാണ് തിരുവനന്തപുരം മ്യൂസിയം പോലീസ് അറസ്റ്റ് ചെയ്തത്. കണ്ണൂരിലെ ഒരു നഴ്സിംഗ് കോളേജിൽ ഫിസിയോതെറാപ്പിക്ക് പഠിക്കുമ്പോഴാണ് വിദ്യാർത്ഥിനിയുമായി ഇയാൾ സൗഹൃദത്തിലായത്. ഇതിനിടെ വിവാഹം കഴിക്കാമെന്ന് വാഗ്ദാനം ചെയ്ത് പെൺകുട്ടിയെ പലതവണ പീഡിപ്പിക്കുകയായിരുന്നു. കോഴ്സിന്റെ ഭാഗമായി പാലാരിവട്ടത്തെത്തിയപ്പോഴായിരുന്നു പീഡനം. പിന്നീട് പ്രതി വിവാഹത്തിൽ നിന്നൊഴിഞ്ഞു. ഇതോടെയാണ് പെൺകുട്ടി പരാതി നൽകിയത്. പ്രീ മെട്രിക് ഹോസ്റ്റലിൽ ആൺകുട്ടിയെ പ്രകൃതിവിരുദ്ധ പീഡനത്തിനിരയാക്കിയ വാർഡൻ അറസ്റ്റിൽ. കാസർഗോഡ് വെള്ളരിക്കുണ്ട് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഹോസ്റ്റലിലാണ് സംഭവം. ആൺകുട്ടികൾ താമസിക്കുന്ന ഹോസ്റ്റലിലെ വാർഡൻ മലോം കാര്യോട്ട് ചാൽ സ്വദേശി രാജേഷിനെയാണ് അറസ്റ്റ് ചെയ്തത്. മറ്റു വിദ്യാർത്ഥികൾ ഓണാവധിക്ക് വീട്ടിൽ പോയ സമയത്താണ് വാർഡൻ കുട്ടിയെ പീഡിപ്പിച്ചത്. അച്ഛനുമായി ഉണ്ടായ വാക്കുതർക്കത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ച ഭാര്യയുടെ കൈവിരൽ ഭർത്താവ് തല്ലിയൊടിച്ചു. ചേർത്തല കുത്തിയതോട് പള്ളിത്തോട് മേനങ്കാട്ട് വീട്ടിൽ റോബിനാണ് ഭാര്യയെ ക്രൂരമായി മർദ്ദിച്ചത്. പ്രതിയുടെ ആക്രമണത്തിൽ യുവതിയുടെ ഇടത് വിരലിനാണ് പൊട്ടലുണ്ടായത്. അന്യസംസ്ഥാന തൊഴിലാളിയെ കഴുത്തറത്ത് കൊലപ്പെടുത്തിയ നിലയിൽ കണ്ടെത്തി. കോഴിക്കോട് മുക്കത്താണ് സംഭവം. മുക്കം തൃക്കടുമണ്ണ ക്ഷേത്ര റോഡിലെ പോസ്റ്റ് ഓഫീസിന് എതിർവശത്തുള്ള ക്വാർട്ടേഴ്സിലാണ് മൃതദേഹം കണ്ടത്.